സായി കാരണം ഭൂലോക പരാജയ ടാസ്ക് വീണ്ടും രണ്ടാം ദിവസം വീട്ടുകാർ അനുഭവിച്ച് ചീട്ട് കീറുകയാണ്. പക്ഷേ ഈ ടാസ്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ നോറയുടെ കുറച്ച് സംഭവങ്ങൾ അഭിഷേകും സിജോയും കറക്റ്റായിട്ട് ഗസ് ചെയ്ത് പറയുന്നുണ്ട്. അത് തന്നെയാണ് സംഭവം. നോറ കുറേയൊക്കെ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. കാരണം ഇന്നലത്തെ റിവ്യൂവിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു മെയിൻ സാധനം ഉണ്ടായിരുന്നു. അത് ശരിക്കും ഉള്ളതാണോ കള്ളമാണോ എന്താണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ജെനുവിൻ ഫാസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യണം. അപ്പോൾ ഇപ്പം ലൈവിൽ കുറച്ച് നേരം മുമ്പ് നമ്മുടെ നോറ റൂമിനകത്തിരുന്ന് ഇങ്ങനെ മുടിയൊക്കെ ചീവിക്കൊണ്ട് മുടിയൊക്കെ ഇങ്ങനെ ഡ്രയർ വെച്ച് ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സിജോയും അഭിഷേകും കൂടെ സംസാരിക്കുന്നത്. സിജോ പറയാണ്, ഇന്നലെ ഞാൻ അവളെ പോയി വിളിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല അവൾക്ക് വയ്യ, അവൾക്ക് ദേഹം ഭയങ്കര വേദനയാണ് എന്നാണ് അവൾ പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സീക്രട്ട് റൂമിൽ കൊണ്ട് അവളെ ഇട്ടതാണ്. സിജോ പറയാണ്, സീക്രട്ട് റൂമിൽ കൊണ്ട് അവളെ ഇട്ടപ്പോൾ അവൾക്ക് മനസ്സിലാക്കി കൂടെ ഏറ്റവും കുറച്ച് വോട്ടുള്ള ആളാണ് സീക്രട്ട് റൂമിൽ വരുന്നതെന്ന്. അപ്പോൾ അവൾക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്, പണപ്പെട്ടി എടുക്കാനുള്ള ബെസ്റ്റ് ഓപ്ഷനാണ്. നമ്മൾ പുറത്തിരുന്ന പ്രേക്ഷകർ എന്ത് സാധനമാണോ പറഞ്ഞത് അതേ സാധനം സിജോ അകത്തിരുന്ന് അഭിഷേകിൻ്റെ പറയാണ്. അവൾക്ക് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ സീസണൊക്കെ വെച്ച് ഏറ്റവും കുറച്ച് വോട്ടുള്ള ആൾക്ക് ഒരു ചാൻസും കൂടെ കൊടുത്താണ് കൊണ്ട് സീക്രട്ട് റൂമിൽ ഇരുന്നത്. എന്നിട്ട് പണപ്പെട്ടി വന്നപ്പം ഇവക്ക് എടുത്തുകൂടായിരുന്നു. അപ്പോൾ അഭിഷേക് പറഞ്ഞടാ, ഞാനും അവളെടുത്തത് പറഞ്ഞിരുന്നു. അപ്പം അവൾ പറയുന്നത് ഇല്ല, അവൾ അവിടെ വരുമെന്നൊരു കോൺഫിഡൻസ്, ജയിക്കുമെന്നൊരു കോൺഫിഡൻസ് അവൾക്കുണ്ട്. അപ്പം സിജോ പറഞ്ഞത് ജയിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് പോട്ടെ, ടോപ്പ് 5, 6 ഒക്കെ എത്തുമെന്ന് ഉണ്ടെങ്കിൽ പോലും ഓക്കെ, പ്രോബ്ലം ഇല്ലായിരുന്നു. ഇത് അവൾ പണപ്പെട്ടി, അവൾക്കാണ് ആ പണപ്പെട്ടി വരുന്നത്. അത് കറക്റ്റാ സിജോ പറയുന്നുണ്ട്. അപ്പോഴാണ് അഭിഷേക് പറഞ്ഞത്, ഇന്നലെ പിടിച്ചു വലിച്ചതിൻ്റെ പേരിൽ നോറ ഈ കാണിക്കുന്നതെല്ലാം റിയൽ ആണോ അതോ ഫേക്ക് ആണോ എന്നാണ്. അത് അഭിഷേക് പറഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത്, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മളെ എല്ലാവരെയും കുഞ്ഞിലെ ആയിക്കോട്ടെ വലുതിലായിക്കോട്ടെ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മൾ കോളേജ് പോകുമ്പോൾ നമ്മുടെ കോളേജ് മേറ്റ്സ്, ഫ്രണ്ട്സ്, നമ്മുടെ കസിൻസ് ഒക്കെ ഒരുമിച്ച് ചേർന്ന് ഇക്ലിയാക്കാറില്ലേ? ഇല്ലേ? അപ്പോഴൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞൊരു 10 മിനിറ്റ് നമുക്ക് ചിലപ്പോൾ വേദന ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മളതങ്ങ് കളയത്തില്ലേ? ഇത് എന്തോന്ന് ഗ്രഡ്ജാണ് ഈ സംഭവം. ഇന്നലെ അതിൻ്റെ പേരും പറഞ്ഞ് മെഡിക്കൽ റൂമിൽ പോയി ഓക്കെ, വേദന ഉണ്ടാവാം, സ്വെല്ലിങ് ഉണ്ടാവാം. എത്ര മണിക്കൂർ ഇന്നലെ അതിൻ്റെ പേര് പറഞ്ഞ് നോറ ഉറങ്ങി. ഈ നേരം വരെ നോറ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ശരീരം വേദനയാണ്, എനിക്ക് വയ്യ, എന്നെ ഇന്നലെ നിങ്ങൾ പിടിച്ച് കുലിക്കുക. ഇത് എന്തോന്ന് അവർ പിടിച്ച് എന്തോ ചെയ്തത് നമ്മൾ ഇന്നലെ ലൈവിൽ കണ്ടതല്ലേ. 5-6 പേര് കൂട്ടം ചേർന്ന് ശരിയാണ്, ഓക്കെ, ഒരു ഇച്ചിരിയൊക്കെ ആവും. എനിക്കപ്പോൾ ഇത്തിരി ഇത് കൂടിപ്പോയത് പോലെ തോന്നി, കാണിക്കുന്നതൊക്കെ ഇത്തിരി ഡ്രമാറ്റിക് ആയിട്ട്. അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട്, ഈ സാധനം ഇവൾ വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുന്ന കളി ഇവിടെ വന്നിട്ട് ഞാൻ ഒറ്റപ്പെട്ടേ, എന്നെ എല്ലാവരും ആക്രമിക്കുന്നേ. അപ്പോൾ സിജോ പറഞ്ഞു, അവളുടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയൊക്കെ അവിടെ വെളിയിലുള്ളവർ കണ്ട് മടുത്ത്, പ്രേക്ഷകർക്ക് എന്തെങ്കിലും പുതിയ കണ്ടന്റാണ്, അവരെ എല്ലാം കണ്ട് മടുത്തിരിക്കുന്ന ആൾക്കാരാണ്, ഇതൊക്കെ അവർ വർഷങ്ങളായിട്ട് കാണുന്ന സാധനമാണ് എന്നാണ് നമ്മുടെ സിജോ പറയുന്നത്. അപ്പോൾ അഭിഷേക് പറയുന്ന ഈ പോയിന്റും ഈ പറയുന്ന പോലെ നമ്മളെയൊന്നും ആരും ഇക്കിളിയാക്കിയിട്ടില്ലേ, നമ്മളെയൊന്നും ആരും തറയിലിട്ട് ഇങ്ങനെയൊന്നും ആക്കിയിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ പേര് പറഞ്ഞ് ഇത്രയും വലിയൊരു സീൻ ഉണ്ടാക്കി. ഇന്നലെ ജാസ്മിൻ വിളിക്കാൻ പോയപ്പോൾ പോകുന്നില്ല, അവിടെ കിടക്കുന്നു, അയ്യോ എനിക്ക് വയ്യായേ, എൻ്റെ ശരീരം അനക്കാൻ വയ്യേ. ബിഗ് ബോസ് ജാസ്മിൻ നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല, ഇന്നലെ ജാസ്മിൻ പോയിട്ട് നോറ അപ്പോൾ അകത്ത് വന്നിരിക്കുക, അയ്യോ എനിക്ക് വയ്യായേ, എനിക്കൊരു പൊടി അനങ്ങാൻ വയ്യ, വാ നിന്നെ അകത്തോടെ, വേണ്ട ഞാൻ ഇവിടെ കിടന്നോളാം, എനിക്ക് അനങ്ങാൻ വയ്യ. ജാസ്മിൻ ഈ പുറത്തുനിന്ന് നടന്ന് അവിടെ നമ്മുടെ ലിവിംഗ് റൂമിൻ്റെ അവിടെ ബിഗ് ബോസ് എല്ലാവരും ലിവിംഗ് റൂമിൽ വരിക, നോറ ചാടി പാങ്ങി വന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുഴപ്പവും ഇല്ലേ? ഒരു കുഴപ്പവും ഇല്ലാത്തതുകൊണ്ടാണോ? അപ്പോൾ ഇത്തിരിയൊക്കെ കാണിക്കാം, ഡ്രാമയൊക്കെ വേണം. പക്ഷേ ഇത് എനിക്ക് ഇത്തിരി ഓവർ ഡ്രാമാറ്റിക് ആവല്ലോ തോന്നി. ഇന്നലെ ആ ഒരു ഇക്ലിയുടെ സംഭവം പിടിച്ച് വെച്ചുകൊണ്ട് അയ്യോ എന്നെ ഒറ്റപ്പെടുത്തുന്നേ, അയ്യോ എന്നെ അടിച്ചേ, അയ്യോ എന്നെ ആ താക്കോൽ എടുക്കാൻ വേണ്ടി എന്നെ ഇടിച്ചേ മെതിച്ചേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് ഡ്രാമയായിട്ട് തോന്നി. ഇതാണ് ലൈവിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻറ്റ്. ഇനി അടുത്ത രണ്ടാമത്തെ കാര്യം, ഇന്നലത്തെ ടാസ്ക്. എൻ്റെ പൊന്നേ, നാട്ടുരാജാവ് ജിൻഡോയാണ് രാജാവ്. വീടിനകത്തപ്പം നടക്കുന്നത് കസേര കറക്കം, പിന്നെ ലെമൺ വിത്ത് സ്പൂണ്, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, സുന്ദരിക്ക് പൊട്ടുതടൽ. സത്യം ഈ ടാസ്കുകളൊക്കെ അവിടെ കാണാൻ രസമുണ്ട്. പക്ഷേ ഇതൊക്കെ തുടക്കത്തിൽ വന്ന് ആണ് നമ്മളത് കാണാൻ, ഈ സമയത്ത് നമ്മൾ ഇതൊന്നും അല്ല കാണാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ സാധനങ്ങൾ എല്ലാം നടക്കാൻ കാരണം സായിയാണ്. കാരണം സായി ആ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോയതാണ് ഇതിനൊക്കെ കാരണമായത് ആ സാധനമാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും വരത്തില്ലായിരുന്നു. സൂപ്പർ ഡൂപ്പർ കണ്ടന്റ് ആയിട്ട് പണപ്പെട്ടി 5 ആവുന്നു, 6 ആവുന്നു, 6.5 ആവുന്നു, വീട്ടുകാർ ചർച്ച ചെയ്യുന്നു. ഈ സാധനവും ഇന്ന് സിജോയും അഭിഷേകും പറയുന്നുണ്ട്. അവർ സൂപ്പറായിട്ട്, സിജോയും അഭിഷേകും സൂപ്പറായിട്ട് അതിനെ വീക്ഷിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം 2 പേരെങ്കിലും ബിഗ് ബോസിനെ ഞാൻ മെനിയാന്ന് ജിൻഡോ ആ ഒരു ഗെയിം കളിച്ചു എന്ന് പറഞ്ഞ പോലെ ഇന്ന് 2 പേര് ഈ പറയുന്ന സിജോയും അഭിഷേക് ക്ലിയർ ആയിട്ടത്
വീക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിനകത്ത് വന്ന് നിന്നിട്ട് ഒരു പാഴായി പോയിട്ടില്ല എന്നെനിക്ക് തോന്നി കണ്ടപ്പോൾ. ഇതാണ് ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നോറയുടെ ഈ പറഞ്ഞ പോലെ കാണിക്കുന്ന അഭിനയം അറിയില്ല. പക്ഷേ ഇനി ഒരു പണപ്പെട്ടിയും കൂടെ വന്നു കഴിഞ്ഞാലേ ഒരു ട്വിസ്റ്റ് സംഭവിക്കത്തുള്ളൂ. ഒരു പണപ്പെട്ടിയും കൂടെ വരാനുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വെച്ചോ എന്നറിയില്ല, വെക്കുമോ എന്നും അറിയില്ല. ഒരു ഉറപ്പ് ആ ഒരു കാര്യത്തിൽ ഞാൻ പറയുന്നില്ല. ഞാൻ ഉറപ്പ് പറഞ്ഞൊരു കാര്യമാണ്, പണപ്പെട്ടി വെച്ചു എന്ന് ഞാൻ അറിഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷൻസ് പിന്നെയും ബാക്കി നിൽക്കുന്നുണ്ട്. വെച്ചു എന്ന് അറിഞ്ഞിട്ട് പോലും ഓക്കെ എന്ന് പറഞ്ഞ് അറിഞ്ഞിട്ട് പോലും എനിക്ക് എന്തോ ഒരു പന്തികേട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. പണപ്പെട്ടി വരികയാണെങ്കിൽ വരട്ടെ, ഇല്ലെങ്കില്ല, ആ ഒരു ലെവലാണ്. അപ്പം ആ ഒരു കാര്യമാണ് ഇപ്പം അറിയുന്നത്. അപ്പം ഞാൻ ഇനി അടുത്ത അപ്ഡേറ്റുകളായിട്ട് വരാം. ലൈവ് എങ്ങനെ തോന്നുന്നു? നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ലൈവ് കണ്ടിട്ട്? ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ലൈവ് കണ്ടിട്ട് ഭയങ്കര വലിയ സംഭവം മറച്ചു വയ്ക്കണമെന്ന് തോന്നുന്നില്ല. സമയം വെറുതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കാണിച്ച ആ പ്രൊമോക്കകത്ത് ജിൻഡോയും ജാസ്മിനും കൂടി ഒരു അടി, ജിൻഡോയും ജാസ്മിനല്ല, ജാസ്മിനും ഋഷിയും കൂടി ഒരു അടി, ചെറിയൊരു അടി പൊട്ടുന്നുണ്ട്. അപ്പോൾ ആ അടിയും കൂടി മാത്രമേ ഇനി ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ജാസ്മിൻ രാജ്ഞി ആകുമ്പോഴത്തേക്കും വലിയ മാറ്റമൊന്നും വരാനെന്ന് പോകുന്നില്ല. ജാസ്മിൻ രാജ്ഞി ആവുന്നു, സിജോ ഇത് ദണ്ട് പിടിച്ച് പറിക്കുന്നു. ആ ദണ്ടിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അനങ്ങാൻ സമ്മതിക്കുന്നില്ല. പിന്നീട് മാല പോകുന്നു, മാല ഒരു ശ്രീധുവിന് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ശ്രീധു എനിക്ക് വേണാ, എന്നെക്കൊണ്ടോടെ മാല വേണാ എന്ന് പറയുന്ന ഒരു സാധനവും മാത്രമേ ഇന്നത്തെ ലൈവിൽ ഇനി കാണാവുള്ളൂ. കാരണം ഇത് ബിഗ് ബോസിൻ്റെ പ്ലാന് ഫുള്ള് പാളിപ്പോയി. സായി ഇത് എടുത്തുകൊണ്ട് പോയപ്പോൾ ബിഗ് ബോസിൻ്റെ പ്ലാന് പാളി. അവർക്ക് എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാ, എന്ത് ടാസ്ക് കൊടുക്കും എന്ന് അവർക്കൊരു പിടിയുമില്ല. ആ ലെവലായിപ്പോയി, അവർ ഒരുമാതിരി ആയിപ്പോയി. അപ്പോൾ അവരാകെ മൊത്തം ബ്ലാങ്ക് ആയി. കാരണം അവരിത് 1-2 ദിവസം, മാക്സിമം 3 ദിവസമൊക്കെ പണപ്പെട്ടി ഓടുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ വെനസ്ഡേ ഉള്ളൂ. വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ എന്തോന്ന് ചെയ്യും അവർ? സഡൻലി ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പണപ്പെട്ടി കൂടി വെക്കാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ പണപ്പെട്ടി ഈ പറഞ്ഞ പോലെ വെച്ചോ എന്നെനിക്ക് ഞാൻ പറയണില്ല. ഞാൻ ആ കേസ് ഞാൻ വിട്ടു. പണപ്പെട്ടി വെച്ചോ അതോ ഈ പറഞ്ഞ പോലെ വെക്കാൻ പോകുന്നോ, വെക്കാൻ പ്ലാനുണ്ടോ, ദൈവത്തിനറിയാം, തമ്പ്രാനറിയാം. എനിക്കെന്തായാലും ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് കേട്ടോ തോന്നുന്നത്. ഇതിനേക്കാളും വലിയ നന്നായിട്ട് സായി ഇവിടെ വന്ന് എയർപോർട്ടിൽ വന്ന് അതിൻ്റെ റിയാക്ഷൻസ്, നന്ദനയ്ക്ക് പെട്ടി കൊടുക്കുമോ, എന്തിനാണ് 5 ലക്ഷം എടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ആൾ ലൈവിലൊന്നും കാണാനൊരു മനുഷ്യരില്ല. കാരണം ആർക്കും വേണ്ടടേ ഇത്, ആർക്കും വേണ്ട. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ എന്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടിക്കറ്റ് ഫിനാലെ കഴിഞ്ഞ് ഫാമിലി വീക്കായിരുന്നു. ഫാമിലി വീക്ക്, ഇത്തവണത്തെ ഫാമിലി വീക്ക് പറയണ്ടല്ല, ഒരു വഴിയായി. ഇപ്പോൾ ടോപ്പ് 8, വീട്ടിലെ ടോപ്പ് 8 ആയി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇനി പറഞ്ഞ പോലെ ഇതിൽ നിന്ന് 3 പേരെ എടുത്ത് കളയണം. 10 ദിവസം കൂടെ ഉള്ളൂ, 3 പേരെ എടുത്ത് കളയാൻ പോകണം. അപ്പോൾ മിക്കവാറും ഒരു ഡബിൾ എവിക്ഷൻ, ഈ പറഞ്ഞ പോലെ പണപ്പെട്ടി വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ എവിക്ഷനും ഒരു മിഡ് വീക്കും കൂടെ ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ലെവലായിരിക്കാം. പണപ്പെട്ടി വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് നോക്കാം. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ, ടേക്ക് കെയർ.